ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന റെസിപ്പി പൊരിച്ച കോഴി ബിരിയാണിയാണ് കേട്ടോ. വളരെ ക്രിസ്പിയും സോഫ്റ്റുമായ കോഴി പൊരിച്ച ബിരിയാണിയാണ്. നിങ്ങൾക്കിത് തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങളിതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കണേ. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിവിടെ 1 കിലോ ചിക്കൻ നന്നായി കഴുകി വരഞ്ഞെടുത്തതാണ്. വൃത്തിയാക്കി വരഞ്ഞെടുത്ത ചിക്കനാണിത്. ഇതിലേക്ക് നമുക്കൊരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, ഇത് ചിക്കൻ മസാലയാണ് കേട്ടോ. പൊരിച്ച കോഴിൻ്റെ ചിക്കൻ മസാല നമുക്ക് മേടിക്കാൻ കിട്ടും. ഞാനത് മേടിച്ചിട്ടൊരു 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൈ വെച്ച് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. കുഴക്കുന്നതിൻ്റെ മുന്നേ ഇതിലേക്ക് നമുക്കൊരു ചെറുനാരങ്ങയുടെ പകുതി എടുത്ത് അതൊന്ന് പിഴിഞ്ഞ് കൊടുക്കാം കേട്ടോ. അതും കൂടി പിഴിഞ്ഞതിന് ശേഷം കൈ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുഴച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു ഡ്രൈ പോലെ തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളമോ കുറച്ച് സുർക്കയോ ഒഴിച്ച് നമുക്കിതൊന്ന് സോഫ്റ്റാക്കി എടുക്കാം കേട്ടോ. ഞാനിതിലേക്ക് കുറച്ച് സുർക്ക ഒഴിച്ചിട്ടാണ് സോഫ്റ്റാക്കി എടുക്കുന്നത്. ഇനി നമുക്കൊരു അരമണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഞാനിതിലേക്ക് എടുക്കുന്നത് 4 കപ്പ് കൈമ റൈസാണ്, ജീരകശാല അരി. അതൊരു 4 കപ്പാണ് ഞാനിവിടെ എടുക്കുന്നത് കേട്ടോ. 250 ഗ്രാമിൻ്റെ 4 കപ്പ് എടുത്ത് നന്നായി കഴുകി ഇതിൻ്റെ കഞ്ഞി വെള്ളം, ഇതിൻ്റെ കളറുണ്ടാവില്ല, ആ വെള്ളം പോകുന്നത് വരെ ഇത് നന്നായി കഴുകണം. കഴുകിയിട്ട് നല്ല വെള്ളം തെളിഞ്ഞ് നിൽക്കുന്നത് വരെ കഴുകിയിട്ട് ഇതിങ്ങനെ അരമണിക്കൂർ കുതിർത്തിയിടാം. അത് കഴിഞ്ഞാൽ നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞാൽ ഒരു അരപ്പക്കൊട്ടയിലേക്ക് മാറ്റിയിട്ട് ഊറ്റിയെടുത്ത് വെക്കാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ അരമണിക്കൂർ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ എടുത്ത് നമുക്ക് പൊരിച്ചെടുക്കാം. അതിനായി നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം എൻ്റെ കയ്യിൽ പൊരിച്ച വെളിച്ചെണ്ണ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ അതാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. കോഴി പൊരിച്ച വെളിച്ചെണ്ണ ഇവിടെ സ്റ്റോക്ക് ഉണ്ടായതിനാൽ അതെടുത്തിട്ടാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ പുതിയ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം പൊരിക്കാൻ. ഇങ്ങനെ എടുത്ത് നമുക്കിത് തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു 10 സെക്കൻഡ് 5 മിനിറ്റ് അങ്ങനെ കഴിയുമ്പോൾ ഇതൊന്ന് മറിച്ചിട്ടും തിരിച്ചിട്ടൊക്കെ കൊടുക്കുക. ഇങ്ങനെ നന്നായി മൊരിഞ്ഞ് വരണിട്ട്. എൻ്റെ മോൾക്ക് ഇങ്ങനെ നല്ല മൊരിഞ്ഞ ചിക്കനാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാനിത് ഇങ്ങനെ നന്നായിട്ടാണ് മൊരിയിച്ചെടുക്കുകയാണ്. ഇങ്ങനെ നന്നായി മൊരിയിച്ചെടുത്ത ചിക്കനാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടം. അവൾ വിരുന്ന് വന്നിട്ടുണ്ട്, അപ്പോൾ അവൾക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ ബിരിയാണിയാണിത്. കണ്ടോ, ഇങ്ങനെ ചിക്കൻ നന്നായി നമുക്ക് മൊരിയിച്ചെടുക്കാം. ഇങ്ങനെ ഞാൻ നന്നായി മൊരിഞ്ഞതിന് ശേഷം ഇത് കോരിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിടാം കേട്ടോ. ഇങ്ങനെ 2-3 തവണയായിട്ട് ചിക്കനൊക്കെ പൊരിച്ചെടുത്തിട്ട് ഞാൻ മാറ്റി വെക്കുകയാണേ. നല്ല മൊരിഞ്ഞ ചിക്കനാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. നല്ല സോഫ്റ്റും ഉണ്ട് കേട്ടോ. അത് മൂടിയിടുമ്പോൾ നല്ല സോഫ്റ്റും ഉണ്ടാവും. ഇനി നമുക്ക് അരി വേവിക്കാനുള്ള വെള്ളം വെക്കാം. ഞാനിവിടെ ഈസി കുക്കിൻ്റെ മേലെ അരി ഇടാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇത്ര വെള്ളം എന്നൊന്നുമില്ല കേട്ടോ. ഞാനിത് ചോറ് വെക്കുന്ന പോലെയാണ് വെക്കുന്നത്. അങ്ങനെ ഊറ്റിയെടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാനിതിൽ ഒരു 3/4 പാത്രം വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ഏലക്കായും കുറച്ച് കറാമ്പൂവും 2 ബേ ലീഫും 2 കറുവാപ്പട്ടയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നോക്കുക ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കിയതിന് ശേഷം വേണം. നന്നായി തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ അരി വാരി വെച്ചത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം വെട്ടി തിളക്കുന്നത് കണ്ടില്ലേ? നമ്മുടെ അരിയെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. കട്ട പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് ചെറുനാരങ്ങയുടെ നീരൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മളിത് നോക്കിയിരിക്കണേ, ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യണം. അപ്പോൾ ഇതിവിടെ കിടന്ന് തിളക്കട്ടെ, നമുക്ക് മസാല റെഡിയാക്കാം. ഇവിടെ 4 മീഡിയം സൈസ് സവാളയാണ് കേട്ടോ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഒരു കുക്കർ അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം ഞാനിത് ഡാൽഡൻ്റെ ഒരു കഷ്ണം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. ഉരുകി വരുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം ഉണ്ടാവും.
പിന്നെ ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് പൊരിച്ച കോഴീൻ്റെ ആ വെളിച്ചെണ്ണയാണ് കേട്ടോ. അത് ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ സൺഫ്ലവർ ആണെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം, വെളിച്ചെണ്ണയാണെങ്കിൽ അത് വേണമെങ്കിലും നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വളരെ കനം കുറച്ചരിഞ്ഞ നമ്മുടെ ഈ സവാള ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ചേർത്ത് വഴറ്റി കൊടുക്കാം കേട്ടോ. പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതൊരു തവി വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ ഒരു 4 തക്കാളി കാണിച്ചു തരുന്നില്ല, 2 വലുതും 2 ചെറുതുമാണ്. അതുപോലെ തന്നെ ഒരു 10 പച്ചമുളകും കുറച്ച് വെളുത്തുള്ളിയും ചതച്ചത്, ഒരു 10-30ഓളം വെളുത്തുള്ളി ഉണ്ട് അല്ലി, അത് ചതച്ചതും ഈ 10 പച്ചമുളകും പിന്നെ 2 കഷ്ണം ഇഞ്ചിയും ചതച്ചതും അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ബിരിയാണി മസാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടിയൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. ഒരു 2-2.5 ടീസ്പൂൺ ബിരിയാണി മസാല ഉണ്ടാവും കേട്ടോ. 2-2.5 ടേബിൾ സ്പൂൺ ബിരിയാണി മസാലയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി ബിരിയാണി മസാലയിൽ ഗരം മസാല ഉണ്ടാവും, എന്നാലും ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി നമുക്ക് ചേർക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളി കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളി ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്കൊന്ന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. 2 സെക്കൻഡ് നേരം നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് പുളിയില്ലാത്ത തൈര് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒരു 2 സെക്കൻഡ് കൂടി നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ ആവുന്നതാണ് കേട്ടോ ഇത് നല്ലത്. പൊടികളൊക്കെ ഒന്ന് കരിയാതിരിക്കാനും അടിക്ക് പിടിക്കാതിരിക്കാനൊക്കെ ഏറ്റവും നല്ലത് തീ മീഡിയം ഫ്ലെയിമിൽ വെക്കുന്നതാണ്. ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കുറച്ച് മല്ലിച്ചപ്പ് അരിഞ്ഞതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ കോഴി പൊരിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പൊരിച്ച കോഴി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധത്തിൽ നമുക്കൊന്ന് മിക്സാക്കിയിട്ട് ഒരൊറ്റ വിസിലിൽ നമുക്ക് അടിച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഉള്ളി ഫ്രൈ ആക്കാനും അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കാനുള്ള ഒരു പാൻ വെച്ച് കൊടുക്കാം കേട്ടോ അടുപ്പിലേക്ക്. അത് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ചൂടായി വരുമ്പോൾ നമ്മുടെ സവാള നമുക്കൊന്ന് വാട്ടിയെടുക്കാം. ഞാനിവിടെ 2 ചെറിയ സവാള എടുത്തിട്ട് വളരെ കനം കുറച്ചരിഞ്ഞതാണ് കേട്ടോ ഇത്. എന്നിട്ട് ഇതൊന്ന് ബ്രൗൺ കളറാക്കി നമുക്ക് എടുക്കാം. ബ്രൗൺ കളറായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. അധികം ബ്രൗൺ കളർ ആവണ്ട, കുറച്ച് ബ്രൗൺ കളറായാൽ മതി. അത് തനിയെ അവിടെ ഇരുന്നിട്ട് ബ്രൗൺ കളറായിക്കോളും. എന്നിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് വിടർത്തിയിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടിയിട്ടൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. മുന്തിരി പെട്ടെന്ന് വീർത്ത് വരും, അപ്പോൾ നമുക്ക് അതൊന്ന് കോരി മാറ്റാം. അണ്ടിപ്പരിപ്പ് ഇവിടെ കിടന്ന് ചൂടാവട്ടെ, മുന്തിരി നമുക്കൊന്ന് കോരി മാറ്റാം. അങ്ങനെ ഞാൻ മുന്തിരിയെല്ലാം കോരിയെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ മുന്തിരിയൊക്കെ കോരിയെടുത്തതിന് ശേഷം പിന്നീട് ഞാനിതിൽ നിന്നും അണ്ടിപ്പരിപ്പും കോരി മാറ്റുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇവിടെ റെഡിയായി. അതും ഞാൻ കോരി മാറ്റി വേറെ വെക്കുകയാണ്. നമ്മുടെ റൈസൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാനിവിടെ ഊറ്റിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് ദമ്മിടാൻ, അതിനായിട്ട് ഒരു പരന്ന വട്ടച്ചെമ്പ് എടുക്കുക. നമ്മുടെ ഈ ചിക്കൻ ആദ്യം ഒന്ന് ഇട്ട് നിരത്തി കൊടുക്കാം കേട്ടോ.
ചോറ് ഊറ്റുമ്പോൾ ശ്രദ്ധിക്കണം, എപ്പോഴും 80% വേവാവുന്നത് വരെ നോക്കിയിട്ട് വേണം അത് ഊറ്റിയെടുക്കാൻ. 80% വേവായാൽ ഇതുപോലെ നമുക്ക് ഊറ്റിയെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം അത് ഈ ചിക്കൻ്റെ മീതേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി 20% നമുക്ക് ദമ്മിലിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒട്ടിപ്പിടിക്കൊന്നുമില്ല, പശയൊന്നും ഉണ്ടാവില്ല, വളരെ രുചികരമായ ഒരു ബിരിയാണി നമുക്ക് കഴിക്കാൻ പറ്റും. അതിനാണ് 80% വേവിച്ചെടുക്കാൻ മതി എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മുടെ റൈസ് എല്ലാം വിതറിയിട്ടതിന് ശേഷം ഇതിൻ്റെ മീതേക്ക് നമുക്ക് മല്ലിച്ചപ്പ് വളരെ ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് പുതിന ഇലയും ചെറുതാക്കി അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മീതേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും നമ്മുടെ സവാള ഫ്രൈ ചെയ്തതും നമുക്കിതിന് മീതേക്ക് വിതറി കൊടുക്കാം. ഒരു നുള്ളു ഗരം മസാലപ്പൊടിയും കൂടി വിതറി കൊടുക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും നമ്മുടെ ചിക്കൻ ഇതിൻ്റെ മീതേക്ക് വെച്ച് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പും ചെയ്തെടുക്കാം. വളരെ രുചികരമായ ഒരു ചിക്കൻ ബിരിയാണിയാണിത്. നിങ്ങളിത് തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണേ. ചിക്കൻ വെച്ചതിന് ശേഷം ഇതിൻ്റെ മീതേക്ക് നമുക്കൊന്ന് റൈസ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മീതേക്ക് ഫുള്ളായിട്ട് നമ്മൾ എടുത്തു വെച്ച റൈസ് ഫുള്ളായിട്ട് നമുക്ക് ഇതിൻ്റെ മീതേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മല്ലിച്ചപ്പും പുതിനയിലയും ഇതുപോലെ വിതറി കൊടുക്കുക. സവാള അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കുക. അതിൻ്റെ മീതേക്ക് ഒരു നുള്ളു ഗരം മസാലപ്പൊടി ഒന്ന് തൂവി കൊടുക്കാം. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് നമുക്ക് ഇതിൻ്റെ മീതേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ രുചികരമായ ബിരിയാണി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിത് ദമ്മിലേക്ക് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ദമ്മ് ചെയ്യാം. ഇനി നമുക്കിത് അടച്ച് വെക്കാം. അങ്ങനെ വളരെ രുചികരമായ നമ്മുടെ ബിരിയാണി നമ്മൾ ദമ്മിലേക്ക് മാറ്റാൻ പോവുകയാണ്. ഒരു കല്ലിൻ്റെ ദോശത്തവിയാണ് ഞാനിവിടെ ചൂടാക്കി വെച്ചിരിക്കുന്നത്. ആ ചട്ടി ചൂടായി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ബിരിയാണി അതിൻ്റെ മീതേക്ക് വെച്ച് ഒരു മൂടി വെച്ച് അടച്ച് നല്ല കനത്തിലുള്ള എന്തെങ്കിലും ഇതിൻ്റെ മീതേക്ക് നമുക്ക് കയറ്റി വെക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിൽ നിറയെ വെള്ളം വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഞാനിവന് ബിരിയാണിക്ക് ദമ്മിടാറ്. കണ്ടോ, 20 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയാൽ കാണാം നമ്മുടെ ബിരിയാണി ഇവിടെ ദമ്മിക്കിടന്ന് നല്ല മണമെല്ലാം വന്ന് വരുന്നുണ്ട്. വളരെ രുചികരമായ ഒരു ബിരിയാണിയാണിത്. നിങ്ങളിത് തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്കിത് തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. വീഡിയോകളെല്ലാം കണ്ട് ഷെയർ ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കല്ലേ. ഓക്കെ, ബൈ ബൈ.